ബൈബിൾ സെൻസസിൽ ഉപയോഗിച്ചിരുന്ന അപൂർവ അരശേക്കൽ നാണയം ഗവേഷകർ കണ്ടെടുത്തു. യെരുവസലേം ബൈബിളിൽ സെൻസസ് കൽപ്പനയിൽ ഉപയോഗിച്ചിരുന്ന ഒരു അപൂർവ അരശേക്കൽ നാണയം ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റിയുടെ ഗവേഷകർ കണ്ടെടുത്തു. യഹൂദ മരുഭൂമിയിലേക്കുള്ള പുരാവസ്തു കേന്ദ്രങ്ങളെ കൊള്ളയടിക്കുന്നതിൽ നിന്നും അനധികൃത ഖനനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി AI നടത്തുന്ന തുടർച്ചയായ പര്യവേഷണത്തിനിടെയാണ് 6000 വർഷം പഴക്കമുള്ള നാണയം കണ്ടത്. ഇത് ഏകദേശം AD 66നും 73നും ഇടയിൽ റോമനെതിരായ മഹത്തായ യഹൂദ കലാപത്തിനിടയിൽ മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ഒരുവന്റെ കൈയിൽ നിന്നുമാണ് വീണുപോവത്തായിരിക്കാവുന്നതെന്നാണ് ഗവേഷകരുടെ നിഗമനം. രണ്ടാം ദൈവാലയ കാലഘട്ടത്തിന്റെ അവസാനത്തിലെ യഹൂദ നാണയങ്ങളിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവചിഹ്നമായ പാനപാത്രത്തിന്റെ രൂപത്തിനൊപ്പമാണ് ഹാഫ് ഷേക്കൽ എന്ന ഹീബ്രു ലിഖിതം നാണയത്തിൽ കാണാം. AI ഗവേഷകനായ യാനീവ് ഡേവിഡ് ലെവി പറഞ്ഞു, അതിനു മുകളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ആദ്യ വർഷത്തെ സൂചിപ്പിക്കുന്ന അലേഫ് എന്ന അക്ഷരം കാണപ്പെടുന്നു. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശെ മുഖാന്തിരം വീണ്ടെടുപ്പ് വിലയെക്കുറിച്ച് കൽപ്പന നൽകുന്നു. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ ഇടയിൽ ബാധ ഉണ്ടാകാതിരിക്കുവാൻ അവരിൽ ഓരോരുത്തനും തന്റെ ജീവനുവേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്ക് പ്രകാരം 6 ഷെക്കൽ വെള്ളി കൊടുക്കണം. 1 ഷെക്കൽ എന്നത് 20 ഗേരോ ആക്കുന്നു. ആ 6 ഷെക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിലധികവും പ്രായമുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. പുറപ്പാട് 12:14.